ഓക്കെ. സോ നമ്മൾ ഇത്രയൊക്കെ ചെയ്തല്ലേ. ഇനി നെക്സ്റ്റ് ഈസ് ലെറ്റ്സ് സേ എനിക്കതിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിങ്ങൾ മാനുവൽ കഴിഞ്ഞ് വന്ന ആൾക്കാരല്ലേ, ഭാഗ്യ ഹരിത രണ്ടുപേരും? ആണോ? ഹരിത കഴിഞ്ഞതായിരുന്നോടാ? അതെ അതെ അതെ. അല്ല, ഞാനിപ്പോ മാനുവലാ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പം ഓക്കെ ഫൈൻ. അതെ അതെ അപ്പോ നിങ്ങൾക്ക് സ്മോക്ക് ടെസ്റ്റിംഗ് അതുപോലെ റിഗ്രഷൻ ടെസ്റ്റിംഗ് ടേംസ് ഫെമിലിയർ ആയിരിക്കുമല്ലോ. അതെ അതെ. സോ അതെന്തായിരിക്കും ഭാഗ്യ അല്ലെങ്കിൽ ഹരിത എന്ന് പറഞ്ഞ സ്മോക്ക് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ടേംസ് എന്താ? സാനിറ്റി ടെസ്റ്റിംഗ് 3 ടേംസ്. സ്മോക്ക് ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു ബിൽഡ് അല്ലെങ്കിൽ ഒരു ഫിക്സ് കിട്ടി, ആ ബിൽഡിൽ നിന്ന് നമ്മൾ അതിന്റെ ഫങ്ഷണാലിറ്റി വെരിഫൈ ചെയ്യുന്നു ആ ബിൽഡിന് ശേഷം. ഏത് ഫങ്ഷണാലിറ്റി ആണ് ബ്രോക്കൺ ആയിട്ടുണ്ടായിരുന്നത്, ആ ഫങ്ഷണാലിറ്റി വെരിഫൈ ചെയ്യുന്നു അല്ലേ? അതെ അതെ. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? അപ്പോ ഭാഗ്യ പറഞ്ഞേടാ, ഭാഗ്യക്ക് അറിയാവോ? റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മള് അല്ലാന്ന് പറഞ്ഞു തെറ്റിയാലും പ്രശ്നമില്ല. അതായത് വാല്യൂസ് അത് എന്താ പറയുക, പ്രോപ്പർ ആയിട്ടല്ലാതെ നമ്മൾ റാൻഡം പോലെ ചെക്ക് ചെയ്യുന്നതാണ്. റാൻഡം പോലെ ചെക്ക് ചെയ്യാന്നല്ല. ഹരിത എന്താന്ന് പറഞ്ഞേടാ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്താണെന്ന്. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു ഫിക്സ് കിട്ടുമ്പോൾ നമ്മൾ അതിന്റെ എക്സിസ്റ്റിംഗ് ഫങ്ഷണാലിറ്റി ചെക്ക് ചെയ്ത് നോക്കുന്നു, അതിൽ എന്തെങ്കിലും ഇമ്പാക്ട് വന്നിട്ടുണ്ടോ. അതായത് എക്സിസ്റ്റിംഗ് ഫങ്ഷണാലിറ്റീസിനെ ഇപ്പൊ നേരത്തെ സ്മോക്ക് ടെസ്റ്റിംഗിൽ പറഞ്ഞല്ലോ, ഒരു ഫങ്ഷണാലിറ്റിയെ ഫിക്സ് ചെയ്തു അതിനെ ടെസ്റ്റ് ചെയ്യണം എന്ന്. സോ ആ ഫങ്ഷണാലിറ്റി ഫിക്സ് ചെയ്തപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതിന് ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. മനസ്സിലായടാ ഭാഗ്യ? ഓക്കെ. ഇനി സാനിറ്റി ടെസ്റ്റിംഗ് എന്താടാ ഹരിത? സാനിറ്റി ടെസ്റ്റിംഗ് എന്താ വെച്ചാൽ എക്സാക്ട്ലി നമുക്ക് പറയാം, ഒരു ബഗ് ഫിക്സ് നമ്മൾ റീടെസ്റ്റ് ചെയ്യും. കറക്റ്റ്. അതായത് ഒരു എക്സാക്ട്ലി ആയിട്ട് ബഗ് ഫിക്സിനെ മാത്രമായിട്ട് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? സാനിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട് അല്ലേ? സോ ലെറ്റ്സ് സേ എന്നോട് പറയുകയാണ് സ്മോക്ക് ടെസ്റ്റിംഗിലേക്ക് എനിക്ക് ലോഗിന്റെ ഫങ്ഷണാലിറ്റീസ് വേണം, അല്ലെങ്കിൽ സ്മോക്ക് ടെസ്റ്റിലേക്ക് എനിക്ക് ലോഗൗട്ടിന്റെ ഫങ്ഷണാലിറ്റി ഒന്ന് വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ റിഗ്രഷൻ ടെസ്റ്റിംഗിൽ എനിക്കത് സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുമ്പോൾ, നിങ്ങൾ മാനുവൽ ടെസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നേരെ പോയത് മാത്രം എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? ഇത് തന്നെ നിങ്ങൾക്ക് ഓട്ടോമേഷനിൽ ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന ടേം ആണ് ഗ്രൂപ്പിംഗ്. ക്ലിയർ ആണോടാ? ഗ്രൂപ്പിംഗ് എന്നാണ് നമ്മൾ ആ ടേമിനെ പറയുക. സോ ഇതിന് ഗ്രൂപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു XML ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്തേ നിരഞ്ജന, ഈ ഗ്രൂപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് ടെസ്റ്റിംഗ് ആണോ അതോ സ്പെസിഫിക് ആയിട്ട് സ്മോക്ക് ടെസ്റ്റിംഗ് മാത്രം? ഇപ്പോൾ ലെറ്റ്സ് സേ എനിക്ക് സ്മോക്ക് ടെസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ സ്മോക്കിന് മാത്രമായിട്ട് എനിക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാം, റിഗ്രഷൻ ചെയ്യണമെങ്കിൽ റിഗ്രഷന് മാത്രമായിട്ട് ഗ്രൂപ്പിംഗ് ചെയ്യാം. നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ മാനുവലി ചെയ്യുമ്പോഴും സ്മോക്ക് ടെസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്മോക്ക് ടെസ്റ്റിംഗ് മാത്രം ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യും. അങ്ങനെയല്ലേ വരിക? അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്തോ, വർക്ക് സ്പേസ് എടുത്തേടാ രണ്ടുപേരും. നമ്മളുടെ ടെസ്റ്റ് XML-ന് അല്ലെങ്കിൽ നമ്മളുടെ ടെസ്റ്റ് XML-ന് ഒന്ന് കോപ്പി എടുത്തേടാ. മാറ്റിട്ട് ഗ്രൂപ്പിംഗ്.xml എന്ന് പേര് കൊടുത്തോ. അവിടെ സ്യൂട്ട് നെയിം ഈക്വൽ സ്യൂട്ട് മാറ്റിയിട്ട് ഗ്രൂപ്പിംഗ് എന്നാക്കിക്കേടാ.
നിരഞ്ജന, ഇടയ്ക്ക് എന്റെ നെറ്റ് എന്തോ പോയായിരുന്നു കേട്ടോ. എക്ലിപ്സ് ഞാനൊന്ന് ഓഫ് ആക്കിയിട്ടൊന്ന് ഓൺ ആക്കിയിട്ട് ഓട്ടെ. ക്ലോസ് ചെയ്തിട്ടേ. ഓക്കെ 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 ഓക്കെ. ഗ്രൂപ്പ് ഓക്കെ. ഇതില് യെസ്, ഞാൻ ഒരു ലൈൻ തരാം, അതൊന്ന് പ്ലേസ് ചെയ്യണം കേട്ടോ. അത് കമന്റ് ചെയ്യണ്ട, അത് വേണം. വേണ്ട. ഓക്കെ. ഹരിത ഓൺ ആയോടല്ലേ എക്ലിപ്സ്? അത് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണോ? ഓൺ ആയിക്കൊണ്ടിരിക്കും. എങ്കിൽ ഭാഗ്യ, നമ്മളുടെ ക്ലാസ്സസ് ടാഗിന്റെ തൊട്ട് മുകളിൽ ഇതൊന്ന് കൊണ്ട് പ്ലേസ് ചെയ്തേടാ. ഞാൻ ഇപ്പൊ തന്നിട്ടുള്ള ടാഗ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ക്ലാസ്സസിന്റെ മുകളിൽ കേട്ടോ. ഇവിടെ നിങ്ങളിപ്പോ എഴുതിയ ടാഗ് ഇല്ലടാ, ഒന്ന് സ്ക്രീൻ നോക്കണേടാ ഹരിത. എന്ത് ഞാൻ സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കണേ, ഭാഗ്യയുടെ സ്ക്രീന്. ഓക്കെ. ഇവിടെ ഗ്രൂപ്പ്സ് എന്നൊരു ടാഗ് കണ്ടോ? ഈ ഗ്രൂപ്പ്സ് ടാഗും റൺ ടാഗിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മൾക്ക് ഗ്രൂപ്പിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. സോ ഗ്രൂപ്പ്സ് റൺ എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് നെയിം ഈക്വൽസ് നമ്മൾ എന്ത് പാസ് ചെയ്യുന്നു അതായിരിക്കും നമ്മളുടെ ടെസ്റ്റിങ്. എനിക്കിവിടെ സ്മോക്ക് ടെസ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്, അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? സ്മോക്ക് എന്ന് കൊടുത്തു. ഓക്കെ. ഇനി നമ്മുടെ ലോഗിൻ ടെസ്റ്റ്, ഹോം ടെസ്റ്റ് എടുത്തേ. ഓക്കെ. ആ വെരിഫൈ ലോഗൗട്ടിൽ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഇത് TestNG-XML അല്ലേ കോപ്പി എടുക്കാൻ പറഞ്ഞേ? TestNG-XML, അതെ. പക്ഷെ അതെനിക്ക് കോപ്പി എടുക്കാൻ പറ്റുന്നില്ല. കോപ്പി ഓപ്ഷൻ തന്നെയല്ലേ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്? റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി. അല്ല, അങ്ങനെ ചെയ്തിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ എക്ലിപ്സ് ക്ലോസ് ആക്കി ഓപ്പൺ ആക്കി. ഷെയർ ചെയ്ത സ്ക്രീന് വരാവേ. ഓക്കെ. ഓക്കെ. സ്ക്രീൻ കാണാമോ? കാണാം. TestNG-XML റൈറ്റ് ക്ലിക്ക് ചെയ്തേ, കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നിട്ടൊന്ന്. നമ്മളൊന്ന് പേസ്റ്റ് ചെയ്യണമായിരുന്നു. ഞാൻ വിചാരിച്ച കോപ്പി ചെയ്യുമ്പോ തന്നെ ആ പോപ്പപ്പ് വരും. അവിടെ ഗ്രൂപ്പ്.xml കൊടുക്കുക. സ്യൂട്ടിന്റെ നെയിം മാറ്റി കൊടുക്കണേ ഗ്രൂപ്പിങ്ങില്. ഇത് മാറ്റണോ? എന്റെ മാറ്റണ്ട. സ്യൂട്ട് നെയിം ഈക്വൽസ് സ്യൂട്ട് മാറ്റിയിട്ട് സ്യൂട്ട് നെയിം ഈക്വൽസ് ഗ്രൂപ്പിംഗ് ആക്കിയാൽ മതി. ഇങ്ങനല്ലേ? ഗ്രൂപ്പിംഗ് ING. പിന്നെന്തായിരുന്നു പറഞ്ഞേ? ക്ലാസ്സസ് ടാഗിന്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ ചാറ്റിൽ ഗ്രൂപ്പ്സ് എന്നൊരു ടാഗ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് പ്ലേസ് ചെയ്യടാ. ഇത്രയായിരുന്നു ഇവിടെ ഇത്രയാണ് പറഞ്ഞു നിർത്തിയത് നമ്മള്. ഓക്കെ. അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കേടാ. ഓക്കെ. ഇനി ലോഗിൻ ടെസ്റ്റിലേക്ക്, സോറി, ഹോം ടെസ്റ്റിലേക്ക് വന്നേടാ. ഹോം ടെസ്റ്റിൽ നമ്മുടെ വെരിഫൈ ലോഗ് ഔട്ട് കോമ ഇട്ടിട്ട്
ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കോമ ഇടുക. ഡബിൾ കോഡ്സ് അല്ല, ഞാൻ ഇതിലിട്ട് തരാം. ഇതൊന്നവിടെ പേസ്റ്റ് ചെയ്യാം കേട്ടോ. കോമ ഇട്ടിട്ട് ഇതങ്ങ് പ്ലേസ് ചെയ്ത് വിടാം. ഇതേപോലെ എവിടെയും കൊണ്ട് പ്ലേസ് ചെയ്യാം നമുക്ക്. ന്യൂസ് ടെസ്റ്റിൽ വെരിഫൈ സേവ് ന്യൂസിലും പ്ലേസ് ചെയ്യാം. ഭാഗ്യത്തിൽ ആ രണ്ടെണ്ണമാണ് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് ഇത് രണ്ടെണ്ണം പറഞ്ഞത്. ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് കോമ. സേവ് ചെയ്യടാ. പിന്നെ ഗ്രൂപ്പിംഗ് ശരിക്കും ഹോം ടെസ്റ്റിലെ ഒരു കേസ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതെ. പിന്നെ വേറെ എവിടാ പിന്നെ പ്ലേസ് ചെയ്യാൻ പറഞ്ഞത്? ഇവളുടെ ന്യൂസ് ടെസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. നിന്റെ ഏതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? അല്ലെങ്കിൽ നീ ഹോം ടെസ്റ്റിൽ മാത്രം കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഹായ് അരവിന്ദ്. ഞങ്ങൾ ജസ്റ്റ് ഒരു ടോപ്പിക് എടുത്ത് പോയായിരുന്നു കേട്ടോ, ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ ജസ്റ്റ് ഒന്ന് അത് എക്സിക്യൂട്ട് ചെയ്തേടാ, ഗ്രൂപ്പിംഗ് എക്സാമിൽ. അപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തുതരാം അരവിന്ദിന് കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ ഹോം ടെസ്റ്റ് മാത്രമല്ല എഴുതിയിട്ടുള്ളൂ, ഇതിന്റെ ഉള്ളിൽ എഴുതിയിട്ട് ന്യൂസ് ടെസ്റ്റും ഉണ്ടല്ലോടാ ഭാഗ്യ. അതിനോട് രണ്ടും കൊടുത്തു. 1 സെക്കൻഡ്. അരവിന്ദ് എന്താടാ പറഞ്ഞേ? ഓക്കെ. സോ നമ്മൾ ഇപ്പൊ എന്താ ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. അരവിന്ദ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. വർക്ക് സ്പേസ് എടുത്തോളൂ കേട്ടോ. അരവിന്ദ് ഇത് കറക്റ്റ് ചെയ്തായിരുന്നോടാ? ഓൾറെഡി ഓപ്പൺ ആണല്ലോ. അത് ഓൾറെഡി ഓപ്പൺ ആണത്. അരവിന്ദ് കംപ്ലീറ്റ് ആക്കിയായിരുന്നോടാ? ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പോഴും 3 ടെസ്റ്റ് കേസ് ഫെയിൽ എന്തോ ആവോ, അതൊന്ന് നോക്കണം. ഓക്കെ, നോക്കണേടാ അതൊന്ന്. ഓക്കെ, ഒരു കാര്യം ചെയ്യേ, ടെസ്റ്റ് XML നിന്ന് കോപ്പി എടുത്ത് അരവിന്ദ്. ഇനി ടെസ്റ്റ് XML കോപ്പി എടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തേ. ഗ്രൂപ്പിംഗ്.xml. ഗ്രൂപ്പിംഗ് എന്ന് വെച്ചാൽ അരവിന്ദ് മാനുവൽ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടല്ലേ വന്നേ? ഓക്കെ. സോ അരവിന്ദിന് ഇത് സ്മോക്ക് ടെസ്റ്റിംഗ്, റിഗ്രഷൻ ടെസ്റ്റിംഗ് ഉള്ള ടേംസ് ഫെമിലിയർ ആയിരിക്കുമല്ലോ. ഓക്കെ. സോ നമ്മൾക്ക് ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു സ്മോക്ക് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ റിഗ്രഷൻ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യണമെന്ന് വിചാരിക്കൂ. നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസ് അല്ലേ എടുക്കത്തുള്ളൂ. സോ നമ്മൾ അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് ടെസ്റ്റ് കേസസ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് അവിടെ ഗ്രൂപ്പിംഗ് എന്നൊരു കൺസെപ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഓട്ടോമേഷനിൽ. അതായത് സ്മോക്ക് ടെസ്റ്റിംഗ് ആണോ, അല്ലെങ്കിൽ റിഗ്രഷൻ ടെസ്റ്റിംഗ് ആണോ, സാനിറ്റി ടെസ്റ്റിംഗ് ആണോ, എന്ത് കൈൻഡ് ഓഫ് ടെസ്റ്റിംഗ് ആണോ എനിക്ക് പെർഫോം ചെയ്യാനുള്ളത്, അതിന്റെ അക്കോർഡിംഗ് ഒരു ഗ്രൂപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആ സ്യൂട്ടിന്റെ നെയിം മാറ്റിക്കേടാ. സ്യൂട്ട് മാറ്റിയിട്ട് ഗ്രൂപ്പിംഗ് എന്നാക്കിക്കേ. സ്യൂട്ട് നെയിം ഈക്വൽ സ്യൂട്ട് മാറ്റിയിട്ട് ഗ്രൂപ്പിംഗ് എന്നാക്കുക. ഇനി ഒരു വട്ടം കൂടി ഞാൻ ചാറ്റിൽ ഇട്ട് തരാം. ഞാൻ ചാറ്റിൽ ഇട്ടിരിക്കുന്നടാ.
അത് ക്ലാസ്സസ് ടാഗിന്റെ മുകളിൽ പ്ലേസ് ചെയ്യുക കേട്ടോ. പാരാമീറ്റർ കഴിഞ്ഞ് ക്ലാസ്സസ് ടാഗിന്റെ മുകളിൽ. ഓക്കെ. ഇനി ന്യൂസിലേക്ക് വന്നേ, ന്യൂസ് ടെസ്റ്റിലേക്ക് വന്നേ. ഞാൻ ചാറ്റില് ന്യൂസ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്തു. പ്രോബ്ലംസിനെ ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ കിട്ടിയില്ലേ? ഇതില് എക്സ്ക്ലൂഡ് ഏതാ കൊടുത്തിട്ടുണ്ടായിരുന്നേ ഗ്രൂപ്പിങ്ങില്? എന്റെ എക്സാമിനകത്തോ? ആ, ഗ്രൂപ്പിംഗ് എക്സാമ്പിളിന്റെ അകത്ത് എക്സ്ക്ലൂഡ് ചെയ്ത് റീസെറ്റ് മാനേജ് ന്യൂസ് അല്ലേ? ഓക്കെ. അപ്പൊ റീസെറ്റ് ആൻഡ് മാനേജ് ന്യൂസ് ഒഴികെ ബാക്കി എല്ലാ ടെസ്റ്റ് കേസിലും ഞാൻ തന്നെ ഗ്രൂപ്പ് സീക്വൽ സ്മോക്ക് എന്ന് കൊടുത്തേ. സേവ് ചെയ്യും. ഇനി ന്യൂസ് ടെസ്റ്റിലേക്ക് പോയിട്ട് ഞാനിപ്പോ ഗ്രൂപ്പ് സീക്വൽ സ്മോക്ക് എന്ന് പറഞ്ഞൊരു കാര്യം ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ഒരു ആട്രിബ്യൂട്ട്. ഈ ആട്രിബ്യൂട്ടിനെ പിടിച്ച് നേരെ നിങ്ങളുടെ ന്യൂസ് ടെസ്റ്റിൽ വന്നിട്ട് വെരിഫൈ റീസെറ്റ് ഒഴികെ ബാക്കി എല്ലാ ടെസ്റ്റ് കേസിലും അങ്ങ് ആഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് ന്യൂസ് ടെസ്റ്റ് എടുക്കുക. അതിന്റെ മുകളിൽ തന്നെ ഫസ്റ്റ് ടാബ് ക്ലോസ് ചെയ്തേക്കണം. ഓക്കെ. എല്ലാറ്റിലും ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കോമ ഇടുക. ഡിസ്ക്രിപ്ഷൻ ഡബിൾ കോട്ട്സ് കഴിഞ്ഞ് കോമ ഇടണം. ഡബിൾ കോട്ട്സ് കഴിഞ്ഞിട്ട് കോമ. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഇത് അവിടെ പ്ലേസ് ചെയ്യുക. വെരിഫൈ റീസെറ്റ് ഒഴികെ ബാക്കി എല്ലാത്തിലും പ്ലേസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക കേട്ടോ. XML എക്സിക്യൂട്ട് ചെയ്യുന്നത്. XML, അതെ, ഗ്രൂപ്പിംഗ് XML. ഗ്രൂപ്പിംഗ് XML കേട്ടോ. ഉറക്കത്തിൽ പറഞ്ഞു. മുകളിലേക്ക് കൊണ്ടുവന്നോടാ. മുകളിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടോ. അതെന്തോ ഒരു അലൈൻമെന്റ് എന്തോ ഒരു പ്രശ്നം പറ്റിക്കുന്നുണ്ട്. ഒരുമിച്ച് മെർജ് ചെയ്തെന്ന് ന്യൂസ് ടെസ്റ്റും ഗ്രൂപ്പിംഗ് എക്സാമും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് ഡ്രാഗ് ചെയ്തിട്ടേടാ. എങ്ങനെ വന്ന് ഈ ഗ്രൂപ്പിംഗ് എക്സാം എക്സിക്യൂട്ട് ചെയ്തേ. എക്സിക്യൂട്ട് ആയോ നോക്കട്ടെ. റിസൾട്ട് ഓഫ് റണ്ണിങ് സ്യൂട്ട് എടുത്തേ. എറേഴ്സ് ഉണ്ടല്ലോടാ. ഒന്ന് കറക്റ്റ് ചെയ്യണേടാ. റണ്ണായതാണ്. റണ്ണായപ്പോ ന്യൂസ് ടെസ്റ്റിലെ കോഡിലേക്ക് വന്നു, പക്ഷെ ഒന്നും എക്സിക്യൂട്ട് ആവുന്നില്ല. വെരിഫൈ
ഹോം ലിങ്ക് ക്ലിക്ക്. ഇതൊന്ന് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ ഓ അടുത്ത ക്ലാസ്? കറക്റ്റ് ചെയ്തരാടാ. നിന്റെ റെപ്പോ എനിക്കൊന്ന് ഷെയർ ചെയ്തതാ. നിന്റെ റെപ്പോ URL ഇല്ലേ, ആ ആ എനിക്ക് ഇന്നൊന്ന് ഷെയർ ചെയ്യോ വാട്സാപ്പിൽ? ഞാൻ കറക്റ്റ് ചെയ്ത് തരാം നിനക്കത്. ആ ഓക്കെ, കാരണം ഒന്ന് ഇരുന്ന് നോക്കണം. ഞാൻ അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടാ. ആ ഓക്കെ. ഭാഗ്യ ഹരിത എക്സിക്യൂട്ട് ആയായിരുന്നോ? എനിക്ക് ഹോം ടെസ്റ്റ് എക്സിക്യൂട്ട് ആയി. ഞാനാണെങ്കിൽ ന്യൂസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ എൻ്റെ ഒരു കേസ് ഫെയിലും ആവുന്നു, ഒരെണ്ണം സ്കിപ്പും ആവുന്നു. ഞാൻ അത് എന്തോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കേടാ, ഓക്കെ. ഞാൻ നിനക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ റെപ്പോ URL അടക്കം എനിക്ക് ഷെയർ ചെയ്യണേ, ഏത് ടെസ്റ്റ് കേസിനാ ഇഷ്യൂ എന്നുള്ളതും. ഓക്കെ ഓക്കെ ശരി. പിന്നെ ഇതെനിക്ക് കോഡ്, അതായത് നമ്മൾ നോർമലി ഇത് വെരിഫൈ ഹോം ഒരു കാര്യം ചെയ്തേ, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ യൂസർ നെയിമിലേക്ക് പോയിക്കേ. ലോഗിൻ പേജ് ഡോട്ട് എൻ്റെ യൂസർ നെയിം, അതിലേക്ക് പോയിക്കേ. ലോഗിൻ ടെസ്റ്റ് ആണ്. ലോഗിൻ പേജിൽ എൻ്റെ യൂസർ നെയിം അവിടെ ചെറടിക്കുന്നതാണ്. അല്ല, എനിക്കിതൊന്ന് പഴയ കണക്കാക്കി തരാൻ പറ്റും. ഈ സ്ക്രീൻ എന്തോ ഇങ്ങനെ വന്നേക്കുന്നതെന്ന് എനിക്കറിയാം. സംഭവം എന്താ അറിയോ, ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും മിസ്റ്റേക്ക് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അത് പഴയ പോലെ ആക്കാൻ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നോക്കട്ടെ കേട്ടോ, ഓപ്ഷൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നോട് മറന്നുപോയി അത്. എൻ്റെ യൂസർ നെയിം എവിടെ? ഓക്കെ, ലോഗിൻ ടെസ്റ്റ് എടുത്തേ. എൻ്റെ യൂസർ നെയിം ലോഗിൻ പേജ് equals new login page of driver. Enter username of username value. ന്യൂസ് ടെസ്റ്റ് എടുത്തേ. ന്യൂസ് ടെസ്റ്റിലല്ലേ ഫെയിലിയർ വരുന്നത്? ഇതെന്താ ഇങ്ങനെ വരുന്നത്? ഇത് അതൊന്ന് ഒരുമിച്ച് മെർജ് ചെയ്തപ്പോ ഞാൻ നോക്കട്ടെ അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഞാൻ നോക്കട്ടെ. നോക്കട്ടെ കേട്ടോ. ഇപ്പൊ ഏതാണ് എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നത്? റിസൾട്ട് ഓഫ് ടെസ്റ്റ് NGBS എടുത്തേ. ഒരുമിച്ച് നോക്കട്ടെ. നിന്റെ കുറെ അധികം കറക്ഷൻസ് ഉണ്ട്. ഞാൻ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ തരാം കേട്ടോ. ഓക്കെ ഓക്കെ. സോ നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ ഈസ് നമ്മള് ഇനി ഞാൻ പറയുന്നത് എന്ന് വെച്ചാല്, ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മൾ നോർമൽ ഇൻഡസ്ട്രിയൽ നോംസിൽ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇവിടെ ലോഗിന്റെ URL യൂസ് ചെയ്യുന്നില്ല ടെസ്റ്റ് NG ബേസിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ടെസ്റ്റ് കേസിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ URL യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ബേസ് ക്ലാസ്സിലാണെങ്കിൽ കൂടി നമ്മൾ ജാവ ക്ലാസ്സിൽ ഡയറക്റ്റ്ലി നമ്മൾ എഴുതാൻ പാടില്ല, നമ്മുടെ URL-നെ ഡയറക്റ്റ്ലി കൊടുക്കാൻ പാടില്ല. സോ പകരം ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഒരു ഡോട്ട് പ്രോപ്പർട്ടീസ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായടാ? ക്ലിയർ ആണോ? അതായത് ഒരു ഡോട്ട് പ്രോപ്പർട്ടീസ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോപ്പർട്ടീസ് ഫയലിനെ റീഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു URL-നെ ആക്സസ് ചെയ്യും. ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ആണ്. ഒരു ഡാറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ എന്താ പറയുക ബെറ്റർ ഡിസൈൻ പാറ്റേണിന് വേണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. ഏത് URL? അതായത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന URL. അതെ, നമ്മൾ ലോഗിൻ ചെയ്യുന്ന URL അല്ലേ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നുള്ളൂ. ആ URL-നെ നമ്മൾ ഒരു ഡോട്ട് പ്രോപ്പർട്ടീസ് ഫയൽ വഴി വേണം ആക്സസ് ചെയ്യാനായിട്ട്. ഒരു കാര്യം ചെയ്യാം, SRC മെയിൻ റിസോഴ്സസിൽ വന്നിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യൂ.
config.properties. SRC മെയിനില് SRC main resources ഇല്ല. മെയിൻ config.properties. SRC മെയിൻ റിസോഴ്സിൽ എന്താ ക്രിയേറ്റ് ചെയ്യണ്ടേ? ഒരു ഫയല്. അതെങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്ന ഫയല് SRC മെയിൻ റിസോഴ്സ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ കൊടുക്കുക, ഫയൽ കൊടുക്കുക. ഓക്കെ ഓക്കെ. ഫയൽ നെയിമിൽ പേര് കൊടുക്കുക config.properties. ഈ പാക്കേജ് ആയിട്ട് എന്താ വ്യത്യാസം? പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്ന തന്നെയാണോ? പാക്കേജ് അല്ല, ഇതൊരു ഫയൽ തന്നെ. നമ്മൾ ജാവ ക്ലാസ്സിന് ഫയൽ ക്രിയേറ്റ് ചെയ്യത്തില്ലേ? ക്രിയേറ്റ് ജാവ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ നമ്മൾ ഒരു നോൺ ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ .properties എന്ന എക്സ്റ്റൻഷനിൽ. പാക്കേജ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന യൂട്ടിലിറ്റീസ് പാക്കേജിന്റെ അകത്ത് അതിന്റെ ഇൻസൈഡ് കുറെ ഫയൽസ് വരും അല്ലേ? അതിനാണ് പാക്കേജ് യൂസ് ചെയ്യുന്നത്. ഫിനിഷ് കൊടുത്തോടാ. ഇനി നമ്മൾ ടെസ്റ്റ്ng ബേസ് നമ്മുടെ URL കോപ്പി എടുത്തേ. ഓക്കെ, config.properties. നിരഞ്ജന ഇപ്പോഴെന്താ പറഞ്ഞു? ഞാൻ പാരലലി നോട്ട് ചെയ്ത് പോകുന്നുണ്ട്, അതാ കുറച്ച് ഡിലേ വരുന്നു. ഓക്കേടാ, ഞാൻ പറഞ്ഞു വന്നത് പ്രോപ്പർട്ടീസ് ഫയൽ സെറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേട്ടിരുന്നോടാ? അത് കേട്ടായിരുന്നു? അത് കേട്ടു. ഞാൻ config.properties ഫയൽ ക്രിയേറ്റും ചെയ്തു. അതിനുശേഷം പറഞ്ഞു. ഇനി ടെസ്റ്റ്ng ബേസിൽ പോയിട്ട് നമ്മുടെ URL ഒന്ന് കോപ്പി എടുത്തേ, ലോഗിന്റെ URL. എടുത്തോ? ഭാഗ്യം എടുത്തോടാ? എടുത്തു. എടുത്തു. ഇനി നേരെ നമ്മുടെ കോൺഫിഗ് പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്തേ. അവിടെ ടൈപ്പ് ചെയ്തോളൂ URL ഈക്വൽസ്. ഇത് ഓപ്പൺ ഡബിൾ ക്ലിക്ക് ചെയ്തു. താഴെ ഓപ്പൺ ആയി വരുന്നുണ്ടടാ. നിനക്ക് താഴെ ലോഗിൻ പേജിന്റെ അപ്പുറം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതല്ല, കോൺഫിഗ് അത് ക്ലോസ് ചെയ്ത് റിസൾട്ട് ക്ലോസ് ചെയ്തേ. കോൺഫിഗ് പ്രോപ്പർട്ടീസ് ടൈപ്പ് ചെയ്തോളൂ URL ഈക്വൽസ്. നേരെ നമ്മുടെ URL മാത്രം കോപ്പി ചെയ്യുക, ഡബിൾ കോഡ്സ് ഇല്ലാതെ കേട്ടോ. വിത്തൗട്ട് ഡബിൾ കോഡ്സ് URL മാത്രം കോപ്പി ചെയ്യാം, സേവ് ചെയ്യാം. ഒരു പ്രോപ്പർട്ടീസ് ഫയലിനെ റീഡ് ചെയ്യാനായിട്ട് ടെസ്റ്റ്ng ബേസ് എടുത്തോളൂ കേട്ടോ എല്ലാവരും. ഒരു പ്രോപ്പർട്ടീസ് ഫയലിനെ റീഡ് ചെയ്യാനായിട്ട് നമ്മള് ജാവയില് ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? കേട്ടിട്ടുണ്ടോ? ജാവയിൽ നമ്മൾ ഫയൽ ഹാൻഡ്ലിംഗ് കേട്ടിട്ടുണ്ട്. ഫയൽ ഹാൻഡ്ലിംഗ്. യെസ്, ഓക്കെ. സോ ജാവയില് ഫയൽ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പർട്ടീസ് ഫയലിനെ റിട്രീവ് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ടെസ്റ്റ്ng ബേസിൽ ബിഫോർ മെത്തേഡിലേക്ക് വന്നേ, തുടക്കത്തിലേക്ക് വന്നോളൂ. യെസ്, ഇഫിന് തൊട്ട് മുകളിലായിട്ട് ആദ്യം ടെസ്റ്റ്ng ബേസിന്റെ മുകളിലായിട്ട് ഗ്ലോബലി 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം നമുക്ക്, പ്രോപ്പർട്ടീസും ഫയൽ ഇൻപുട്ട് സ്ട്രീമിന്റെയും. ചാറ്റിലിട്ടിട്ടുണ്ട്, ഒന്ന് എടുക്കൂ. പ്രോപ്പർട്ടീസ് പ്രോപ്പും ഫയൽ ഇൻപുട്ട് സ്ട്രീം എഫും. ഇത് രണ്ടും നമ്മുടെ ടെസ്റ്റ്ng ബേസിന്റെ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ തൊട്ട് നെക്സ്റ്റ് ലൈനിൽ പ്ലേസ് ചെയ്യൂ, പബ്ലിക് വെബ് ഡ്രൈവറിന്റെ ഒക്കെ ഒപ്പം.
അത് രണ്ട് ഇമ്പോർട്ട് ചെയ്തേടാ. ജാവ യൂസർ. ഇത് പ്യുവർ ജാവ കോഡാണേ. ഇതിന് സെലീനുമായിട്ട് റിലേഷൻ ഇല്ല. ഇത് പ്യുവർ ജാവ കോഡാണ്. ഞാൻ ഇപ്പൊ ഒരു കോഡ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് ഇഫിന് തൊട്ട് മുൻപ് പ്ലേസ് ചെയ്തേടാ. അവിടെയല്ല, ഇഫിന്റെ മുകളിൽ കേട്ടോ. ഇനി കോൺസ്റ്റൻസിൽ, അത് നമ്മുടെ കോൺസ്റ്റൻസിലേക്ക് വന്നേ. കോൺസ്റ്റൻസ് സെൻട്രൽ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ SRC മെയിൻ ജാവയില്. അവിടെ ഞാൻ ഈ തരുന്ന ഇത് പേസ് ചെയ്യാം കേട്ടോ. ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും അവിടെ പ്ലേസ് ചെയ്തേടാ. ഒരു മിനിറ്റ് പ്ലേസ് ചെയ്യാൻ വരട്ടെ. ഞാൻ എൻ്റെ ലൈൻ തരാം. അതല്ല ഞാൻ ചാറ്റിൽ തരാവേ. പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ സ്ട്രിംഗ് എൻ്റെ എടുത്തു. ടെസ്റ്റ് ഡാറ്റ ഫയൽ കഴിഞ്ഞ് പ്ലേസ് ചെയ്തോളൂ. അതുപോലെ ഇനി ഒരു കോൺസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അതിനകത്ത് ലോഗിൻ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ സ്ട്രിംഗ് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ലോഗിൻ ഷീറ്റ് ഈക്വൽസ് ലോഗിൻ പേജ്. അത് കോപ്പി പേസ്റ്റ് ചെയ്തോളൂ. അതെവിടെ പ്ലേസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കോൺഫിഗ് ഫയൽ ഫിക്സ് ചെയ്യാം. ടെസ്റ്റ് ബേസ് എടുത്തോളൂടാ. സേവ് ചെയ്തേ, കോൺസ്റ്റന്റ് സേവ് ചെയ്തേ. ടെസ്റ്റ് ബേസിൽ പോയി എറർ പോയോ നോക്കിയേ. കോൺസ്റ്റന്റ് ആണേ, കോൺസ്റ്റൻസ് അല്ല നിങ്ങളുടെ കേസിൽ. അരവിന്ദന്റെ കേസിൽ കോൺസ്റ്റന്റ്. ഇമ്പോർട്ട് ചെയ്തോടാ. കോൺസ്റ്റന്റ് ഇമ്പോർട്ട് ചെയ്തോ. ഇനി ഞാൻ തരുന്ന ഒരു ലൈനും കൂടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ലോഗിൻ ഷീറ്റ് ലോഗിൻ പേജ് അത് ഇവിടെ പ്ലേസ് ചെയ്യണോ? പ്ലേസ് ചെയ്തോ. പ്ലേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം അത് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചാറ്റിൽ ഒരു ലൈൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിനെ ടെസ്റ്റ് ബേസിൽ വേണം കേട്ടോ പ്ലേസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞുതരാം എവിടെയാണെന്ന്. ഒന്ന് കോപ്പി എടുക്കൂ. get of get properties. Okay. Workspace എടുക്കൂ. അതില് വർക്ക്സ്പേസില് ടെസ്റ്റ് ബേസ് താഴെ വരൂ. ഇങ്ങോട്ട് താഴെ. യെസ്, അതിൽ ലൈൻ നമ്പർ 53 നമ്മൾ ഡ്രൈവ് URL ഗെറ്റ് ചെയ്യുന്ന ലൈൻ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അതിനെ കമന്റ് ചെയ്തിടൂ. പകരം ഞാൻ തന്ന സ്റ്റേറ്റ്മെന്റിനെ പ്ലേസ് ചെയ്യാം കേട്ടോ.
എന്താ ചെയ്തെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോൺഫിഗ് പ്രോപ്പർട്ടീസ് ഫയൽ ക്രിയേറ്റ് ചെയ്തു സോ ദാറ്റ് നമ്മുടെ URL-നെ സ്റ്റോർ ചെയ്യാം. URL എന്നല്ല, നമ്മൾക്കിപ്പോൾ ഒരു നമുക്കൊരു ഡാറ്റാബേസ് കണക്ടിവിറ്റി ഉണ്ട് ഉണ്ടെങ്കിൽ ആ ഡാറ്റാബേസ് കണക്ടിവിറ്റിന്റെ യൂസർ നെയിം പാസ്വേഡ് നമുക്കവിടെ സേവ് ചെയ്യാൻ വേണമെങ്കിൽ എന്ത് ഡാറ്റ വേണമെങ്കിലും സേവ് ചെയ്യാം. സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തൊരു ഇൻഫർമേഷനും സേവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ക്ലിയർ ആണോ കോൺഫിഗ് പ്രോപ്പർട്ടീസിന്റെ യൂസേജ്? നമുക്ക് ഈ URL കോൺസ്റ്റന്റിൽ ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? കാരണം വേരിയബിൾ ഒന്നും അല്ലാത്തതുകൊണ്ട്. വേരിയബിൾ അല്ലാത്തത് കൊണ്ട് ആഡ് ചെയ്യാൻ പാടില്ല. എറർ വരില്ല, പക്ഷെ ബൈ നോംസ് ആഡ് ചെയ്യരുത്. ശരി. ഓക്കെ, ഇനി കോൺസ്റ്റന്റ് ഇനി ടെസ്റ്റ്ng ബേസിലേക്ക് വരൂ. ടെസ്റ്റ്ng ബേസിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? പ്രോപ്പർട്ടിക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഫയൽ ഇൻപുട്ട് സ്ട്രീമിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ? എന്നിട്ട് പ്രോപ്പർട്ടീസിനും ഫയൽ ഇൻപുട്ട് സ്ട്രീമിനും ഒരു ഒബ്ജക്ട്സ് വീതം പാസ് ചെയ്തു. ആൻഡ് ഫയൽ ഇൻപുട്ട് സ്ട്രീമിന്റെ പാരാമീറ്റർ ആയിട്ട് എന്താ പാസ് ചെയ്യുന്നത്? എന്താ പാസ് ചെയ്തിരിക്കുന്നത്? കോൺഫിഗ് ഫയൽ. കോൺഫിഗ് ഫയലിൽ എന്താ കിടക്കുന്നത്? നമ്മളുടെ കോൺഫിഗ് ഡോട്ട് പ്രോപ്പർട്ടീസിന്റെ പാത്ത് അല്ലേ? അതല്ലേ ഈ കിടക്കുന്നത്. ഫയൽ ഇൻപുട്ട് സ്ട്രീം ബിൽറ്റ് ഇൻ ആയിട്ട് ഉള്ളതാണല്ലേ? അത് ജാവയിൽ ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്നതാണ് ഫയൽ ഇൻപുട്ട് സ്ട്രീം. നമ്മൾ ജാവയിൽ ഫയൽ ഹാൻഡ്ലിംഗ് ഇല്ലേടാ, അതിൽ വരുന്നതാണ്. അതെ. അപ്പൊ അത് ഫെച്ച് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഒരു ഒബ്ജക്റ്റ് അതിന് ക്രിയേറ്റ് ചെയ്താൽ മതി. അതെ അതെ. ഇനി ടെസ്റ്റ്ng ബേസിലേക്ക് തന്നെ വേണം കോഡ് എടുത്ത. എന്നിട്ട് നമ്മൾ prop dot load of f എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അതായത് പ്രോപ്പർട്ടീസിന്റെ ഒബ്ജക്റ്റിനെ യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ കോൺഫിഗ് ഫയലിനെ ഞാൻ ലോഡ് ചെയ്യാണ്. കോൺഫിഗ് ഫയലിനെ ഞാൻ ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. Then നമ്മൾ ഇപ്പൊ ഈ പ്രോപ്പിൽ എന്തുണ്ട്? നമ്മളുടെ കോൺഫിഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ? ലൈൻ നമ്പർ 32 എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കോൺഫിഗ് പ്രോപ്പർട്ടീസ് ഏതിലേക്ക് വന്നു? പ്രോപ്പ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് വന്നു. ക്ലിയർ ആണോ? ഈ ലോഡും ബിൽറ്റ് ഇൻ ഫംഗ്ഷനാ. പ്രോപ്പർട്ടീസ് ക്ലാസിന്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ലോഡ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഫയലിനെ, ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഫയലിനെ ലോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ലോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതൊക്കെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്, അതായത് നമ്മൾ എഴുതിയതല്ല. ബിൽറ്റ് ഇൻ അതായത് ഒരു ഡോട്ട് പ്രോപ്പർട്ടീസ് ഫയലിനെ അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ നോർമലി ആക്സസ് ചെയ്യുക. അതിന്റെ സിന്റാക്സ് ആണിത്. ആ സിന്റാക്സിൽ എന്തൊക്കെയുണ്ട്? ഒരു പ്രോപ്പർട്ടീസ് ഫയലിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, ഫയൽ ഇൻപുട്ട് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, പാസിംഗ് ദ പാത്ത് ഓഫ് പ്രോപ്പർട്ടീസ് ഫയൽ അല്ലേ? എന്നിട്ട് ആ പ്രോപ്പർട്ടീസ് ഫയലിലേക്ക് ഞാൻ എന്തിനെ ലോഡ് ചെയ്തു? ഈ കോൺഫിഗ് ഫയലിന്റെ ഡാറ്റയെ ലോഡ് ചെയ്തു. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് prop dot load. ഇവിടെ prop equal to new properties നമ്മൾ നോർമലി ക്ലാസ് നെയിം അങ്ങനെയല്ലേ പോകുന്നത്? അതെ, ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താണ് പ്രോപ്പർട്ടീസിന്. നമ്മൾ മുകളിൽ ലൈൻ നമ്പർ 22 പ്രോപ്പർട്ടീസ് പ്രോപ്പ് കൊടുത്തിട്ടില്ലേ? സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പ്രോപ്പർട്ടീസ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഫയൽ ഇൻപുട്ട് സ്ട്രീമിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു,
എന്നിട്ട് എന്ത് ചെയ്തു, prop dot load of f എന്ന് കൊടുത്തു. prop dot load of f എന്ന് പറയുമ്പോൾ എന്താ വരിക അവിടെ? ഈ സ്റ്റെപ്പ് എന്താണ് ഇപ്പൊ? പ്രോപ്പർട്ടീസ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അപ്പൊ ഇതോ? ഇനീഷ്യലൈസ് ചെയ്തു, ഡിക്ലെയർ ചെയ്തു, ഒബ്ജക്റ്റ് നെയിം ഡിക്ലെയർ ചെയ്തിട്ടു. ഇതിനു മുന്നേ അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഗ്ലോബലി ഡിക്ലെയർ ചെയ്ത് ചെയ്യാം, ഓപ്ഷണൽ ആണത്, മാൻഡേറ്ററി ഒന്നുമല്ല. മനസ്സിലായോ? അതെവിടെയും സ്റ്റക്ക് ആയിട്ടുണ്ടോ? എവിടെയും സ്റ്റക്ക് ആയിട്ടുണ്ടോ? അതോ ഞാൻ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണ്? അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ക്ലാസ് എന്തിനാ യൂസ് ചെയ്തത്, ഫയൽ ഇൻപുട്ട് സ്ട്രീം എന്തിനാ യൂസ് ചെയ്തത്, prop dot load എന്തിനാ യൂസ് ചെയ്തത്, 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ഡൗട്ട്സ് ഉണ്ടോ? ഇത് മാത്രം എന്താ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? അത് പ്രോപ്പർട്ടീസ് ബിക്കോസ് നമ്മൾ ബിഫോർ മെത്തേഡിന്റെ അകത്ത് യൂസ് ചെയ്ത ലോക്കൽ വേരിയബിൾ ആയിട്ടാണ് വരിക. അപ്പൊ ഓരോ തവണയും, അതായത് ഓരോ തവണയും നമ്മുടെ ബിഫോർ മെത്തേഡ് ഇനീഷ്യലൈസ് ബിഫോർ മെത്തേഡ് ഇൻവോക്ക് ആവുമ്പോൾ പുതിയ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ, ഒറ്റ തവണ ക്രിയേറ്റ് ആയാ പോരെ ഒബ്ജക്റ്റിനെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, മെത്തേഡ് ബിഫോർ മെത്തേഡിന് മുൻപ് ഗ്ലോബൽ ആയിട്ട് നമ്മൾ കൊടുത്തത്. ആൻഡ് ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതുവരെ ജസ്റ്റ് എന്താണ് ഡോട്ട് ഗെറ്റ് ഓഫ് എന്ന്, ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ്ലി വിളിച്ചുകൊണ്ടിരുന്നതിന് പകരം നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർട്ടീസ് ഫയലിൽ നിന്ന് ഇൻവോക്ക് ചെയ്തത്, prop dot get property of ഡബിൾ കോട്ട്സിൽ URL എന്ന് പാസ് ചെയ്തു അല്ലേ? താഴെ വന്നേ. യെസ്, ഈ URL എന്ന് പറഞ്ഞ വാല്യൂ എവിടുന്ന് വന്നതാ? പ്രോപ്പർട്ടീസ് ഫയൽ. കറക്റ്റ്. prop dot get property of എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർട്ടീസ് ഫയലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഏതൊരു വേരിയബിളിനെ എടുത്താലും അതിന്റെ ആ പ്രോപ്പർട്ടിയെ ഫെച്ച് ചെയ്ത് കിട്ടും നമുക്ക്. ക്ലിയർ ആണോ? ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ ഈ URL മാത്രം സ്റ്റോർ ചെയ്യാനുള്ളതാണ്. URL മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റാബേസിന്റെ യൂസർ നെയിം പാസ്വേഡ്, അതും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളെ സ്റ്റോർ ചെയ്യാനാണ് പ്രോപ്പർട്ടീസ് ഫയൽ യൂസ് ചെയ്യുക. മെയിൻലി യൂസ് ചെയ്യുക ഡാറ്റാബേസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ URL കോൺഫിഗറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരില്ലേ, അതിനൊക്കെയാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഈസ്, നിങ്ങൾ അവിടെ കോൺസ്റ്റൻസിൽ ഒരു കോൺസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലേ, ലോഗിൻ ഷീറ്റ്. ആ ലോഗിൻ ഷീറ്റിന്റെ നിയമം കോപ്പി എടുത്തേ, ലോഗിൻ പേജ്, ലോഗിൻ ടെസ്റ്റിലേക്ക് വരാം. ലോഗിൻ ഷീറ്റിനെ കോപ്പി എടുക്കുക, ലോഗിൻ ടെസ്റ്റിലേക്ക് വരിക. ഇവിടെയൊക്കെ ഈ ലോഗിൻ ടെസ്റ്റിലൊക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടല്ലേ, അതായത് നമ്മളുടെ എക്സൽ റീഡിൽ എല്ലായിടത്തും നമ്മൾ ലോഗിൻ പേജ് എന്ന് ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടില്ലേ, എക്സൽ റീഡില്. ആ ലോഗിൻ പേജിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് കൊടുക്കണം, കോൺസ്റ്റന്റ് ഡോട്ട് ലോഗിൻ ഷീറ്റ്. ലോഗിൻ പേജ് ഡബിൾ കോട്ട്സ് റിമൂവ് ചെയ്യടാ, ഡബിൾ കോട്ട്സ് അടക്കം റിമൂവ് ചെയ്യൂ. അത് എല്ലാം റിമൂവ് ചെയ്യരുത്, ഡബിൾ കോട്ട്സ് ലോഗിൻ പേജ് ഇത് ഞാൻ ഒന്നുകൂടെ താഴെ എഴുതാൻ വിചാരിച്ചു. ഓക്കെ. എന്നിട്ട് അത് രണ്ടും കമന്റ് ചെയ്തിട്ട്, അത് കമന്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ചെറിയൊരു ചേഞ്ച് ചെയ്യുള്ളൂ അത് ആക്ച്വലി. ആ ഡബിൾ കോട്ട്സിലെ ലോഗിൻ പേജ് മാറ്റിയിട്ട് കോൺസ്റ്റന്റ് ഡോട്ട് ലോഗിൻ ഷീറ്റ് ആക്കുക. പ്രോപ്പർട്ടീസ് അല്ല, കോൺസ്റ്റന്റ് ക്ലാസ്. ഡബിൾ കോട്ട്സിലെ ലോഗിൻ പേജ് റിമൂവ് ചെയ്യുക, കോൺസ്റ്റന്റ് ഡോട്ട് ലോഗിൻ ഷീറ്റ്.
സി ക്യാപ്സ് കൊടുത്തേ. ഇങ്ങനെ നമ്മളുടെ എല്ലാ 10 ടെസ്റ്റ് കേസിലും അത് ഡോട്ട് ലോഗിൻ ഷീറ്റിനാക്കി കൊടുക്കുക കേട്ടോ. 10 ടെസ്റ്റ് കേസസിൽ ഡബിൾ കോഡ്സ് ലോഗിൻ പേജ് കൊടുത്തെടുത്തെല്ലാം ലോഗിൻ പേജ് എന്നാക്കി കൊടുക്കുക. അതെ, ഈ ലോഗിൻ ഷീറ്റിനകത്ത് ലോഗിൻ പേജ് എന്ന് പറഞ്ഞ് ഡബിൾ കോട്ട്സിലല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ അതിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് വരുന്നത്? അത് ബൈ ഇറ്റ് സെൽഫ് പിക്ക് ചെയ്യും. അത് വേരിയബിൾ അസൈൻമെന്റ് അല്ലേ? അതെ. അപ്പൊ ബൈ ഇറ്റ് സെൽഫ് അത് പിക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. അല്ല, കറക്റ്റ് ആയിട്ട് ആ ലോഗിൻ പേജിൽ തന്നെ പോവോ? ഷീറ്റിൽ തന്നെ അത് ഫിക്സ് ചെയ്യും? ഓക്കെ. സോ ഇങ്ങനെ ഇതേപോലെ നമ്മളുടെ ബാക്കി എല്ലാ ടെസ്റ്റ് കേസിലും ചെയ്യാട്ടോ. ആൻഡ് ഹരിതയുടെ ബാക്കി ടെസ്റ്റ് കേസസിലുള്ള ഇഷ്യൂസ് റിസോൾവ് ചെയ്യണേടാ. ഓക്കെ. ഞാൻ നിരഞ്ജന ഒന്ന് ഷെയർ ചെയ്തോട്ടെ, ഒരു ഡൗട്ട് ചോദിക്കാൻ. എനിക്ക് മിസ്റ്റേക്ക് എന്തുവാന്ന് മനസ്സിലായി. നോക്കട്ടെ, ഷെയർ ചെയ്യും. അരവിന്ദിന്റെ ഇത് ഇന്ന് തന്നെ ഫിക്സ് ചെയ്യാൻ നോക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ഇന്നൊരു ആഫ്റ്റർനൂണിലേക്ക് ഷെയർ ചെയ്യണേ URL. എന്താ വെച്ചാൽ നമുക്ക് ഇത് ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ടടാ. കണക്ഷൻ റീസെറ്റ് ആവുന്നുണ്ട്. ഓക്കെ. ഇതിനകത്ത് ഇഷ്യൂ എന്താ വെച്ചാല് നമ്മളെ ഇത് കൊടുക്കില്ലേ ഇവിടെ. അപ്പൊ ഞാൻ ഭാഗ്യയുടെ കോഡായിട്ട് കമ്പയർ ചെയ്തപ്പോ ഭാഗ്യ ഇവിടെ ഒരു സ്ട്രിംഗ് വേരിയബിള് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പാസ് ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നില്ല, അങ്ങനെ ഡബിൾ കോഡ്സിൽ പാസ് ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. ആണല്ലേ? പക്ഷെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് എനിക്ക് എന്തോ ന്യൂസ് ടെസ്റ്റിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. ന്യൂസ് ഫോർ സെർച്ച് അല്ലേ? ഇങ്ങനെ കൊടുത്ത പ്രശ്നമൊന്നും ഇല്ലടാ. ആണോ? അത് കുഴപ്പമൊന്നുമില്ല. അതായത് നിങ്ങളുടെ പാരാമീറ്റർ ആയിട്ട് റിസീവ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാന്നേ ഉള്ളൂ. അങ്ങനെ അപ്പൊ ഇത് എഴുതിയതിന്റെ ഇഷ്യൂ അല്ലല്ലേ? അല്ലല്ല, അതുകൊണ്ടല്ലടാ. ആണോ? ഞാൻ ഇതൊരു ടെസ്റ്റ് XML ഒന്ന് റൺ ചെയ്യട്ടെ, ഒന്ന് നോക്കിട്ട് പറയോ? അത് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇരിക്കാം. നോക്കാം. ഇതെനിക്ക് ഞാൻ ഇരുന്ന് നോക്കട്ടെ കേട്ടോ ഹരിത. എനിക്ക് റെപ്പോ ഷെയർ ചെയ്യണേ. എന്താ കണക്ഷൻ റിസെറ്റ് ആയി പോകുന്നുണ്ട്, അതെന്താ ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ. ഇതിനകത്ത് ഇത് തന്നെ സംഭവിക്കുന്നത് എപ്പോഴും. 2 എണ്ണം പാസ് ആവുന്നുണ്ട്, ഒരെണ്ണം ഫെയിലർ ആവുന്നു, ഒരെണ്ണം സ്കിപ്പ് ആവുന്നു. നോക്കാം. ഓക്കെ. അപ്പൊ ഇത് അരവിന്ദും ഹരിതയും ഫിക്സ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഈ ഉച്ചയ്ക്ക് ഒരു 12-നുള്ളിൽ ഷെയർ ചെയ്യാം കേട്ടോ. റെപ്പോ URL. അതെ, നിരഞ്ജന അതോടൊന്ന് ചോദിച്ചോട്ടെ. ഇതിപ്പം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടേ ഇങ്ങനെ കമ്മിറ്റ് ഇങ്ങനെ കൊടുത്തൂടെ? ഇങ്ങനെ കൊടുക്കാൻ നോക്കുമ്പോഴാണ് എനിക്ക് ഇഷ്യൂ വരുന്നത്. അങ്ങനെ കൊടുക്കണ്ട. പിന്നെ നമ്മുടെ ചേഞ്ച് ഓൾറെഡി ഗിറ്റ് സ്റ്റേജിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പൊ അല്ല, ഞാൻ ചോദിക്കണത് എന്താ വെച്ചാല്, ഇതിപ്പോ ഓൾറെഡി ഞാൻ ഒരു വട്ടം റെപ്പോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്ക്, അതായത് അവിടെ പോയി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാ ചെയ്യണ്ടേ? ജസ്റ്റ് അവിടെ വിൻഡോ ഷോ വ്യൂ പോയി ഗിറ്റ് സ്റ്റേജിങ് എടുത്തേ. ബാക്കിയുള്ളവരാണെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ.
എനിക്കൂടെ ഇതൊന്നും അറിയണമായിരുന്നു കറക്റ്റ് ആയിട്ട് ഇത് പുഷ് ചെയ്യുന്നതിന്. അതാ ഇതിലെല്ലാ ചേഞ്ചസും ഇല്ലേ? അതെ അതെ ഉണ്ട്. പ്ലസ് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി. കമ്മിറ്റ് മെസ്സേജ് വിൻഡോയിൽ പോയിട്ട് ഷോ വ്യൂ. എന്നിട്ട് കമ്മിറ്റ് ആൻഡ് പുഷ് ആണോ? വിൻഡോ ഷോ വ്യൂ അതിൽ ഗിറ്റ് സ്റ്റേജ്. ഗിറ്റ് സ്റ്റേറ്റ്മെന്റ് ഗിറ്റ് സ്റ്റേജിൽ ഗിറ്റ് സ്റ്റേജിങ് ഇതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അത് സെർച്ച് ചെയ്താൽ മതി. ഷോ സെർച്ച് ചെയ്താലും കിട്ടും. ഒന്നുമില്ലല്ലോ. ആരെങ്കിലും ഷെയർ ചെയ്ത ഈ സെർച്ച് ആണോ? അതല്ല, അതർ എടുക്കണം. അതർ അത് ലാസ്റ്റ് ഓപ്ഷൻ. അവിടെ ഗിറ്റ് സ്റ്റേജ് ഓപ്പൺ. എന്നിട്ട് അവിടെ ഒരു പ്ലസ് പ്ലസ് ഐക്കൺ ഉണ്ട്, അൺസ്റ്റേജ്ഡ് ചേഞ്ചസ്. അവിടെ ക്ലിക്ക് ചെയ്യും. അപ്പൊ ഈ അൺസ്റ്റേജ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പുഷ് ചെയ്തിട്ടില്ലാത്തതാണോ? അതെ അതെ. ഇതുവരെ പുഷ് ചെയ്താണ് അൺസ്റ്റേജിൽ ഉണ്ടാവുക. ഓക്കെ, എന്നിട്ട് കമ്മിറ്റ് ആൻഡ് പുഷ്. എന്തോ കേട്ടില്ല. പക്ഷെ ഇതിനകത്ത് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് കൊടുക്കേണ്ടത് നമ്മളുടെ ഗിറ്റിന്റെ ഇത് ടോക്കൺ. ഓക്കെ, അത് ടോക്കൺ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ചിരുന്നു. അത് കോപ്പി ചെയ്ത് കൊടുത്താൽ മതിയോ? മതി മതി മതി. ഇവിടെ വരുമ്പോഴാണ് എനിക്ക് സ്റ്റക്കായി പോകുന്നത്. എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അരവിന്ദ്, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമോ? ഒരു കാര്യം ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അതെ, ഇതുപോലെ കാണിക്കുന്നു. നിരഞ്ജന കാണുന്നുണ്ടോ? കാണാം. പുഷ് ഫെയിൽ ആയിട്ടുണ്ടല്ലേ? ഇത് തന്നെയാ സംഭവിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് വട്ടം നോക്കിയായിരുന്നു കഴിഞ്ഞ വർഷം. ഓഫീസ് ലാപ്പ് തന്നെയല്ലടാ? അല്ലല്ല, ഇത് ഓഫീസ് ലാപ്പ് അല്ല, ഇതെന്റെ പേഴ്സണൽ ലാപ്പ്. പേഴ്സണൽ ലാപ്പ് അല്ലേ? എന്താ ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കിട്ട് പറയാം കേട്ടോ. എന്താ ഇഷ്യൂ ഞാൻ ഇതെന്തോ ഒരു പെർമിഷൻ ഇഷ്യൂ ആയിട്ടൊക്കെ തോന്നുന്നേ. എന്തോ ഒരു എന്താ പറയാ, നോട്ട് പെർമിറ്റഡ് എന്നാ പറയുന്നത്. നോക്കട്ടെ, ഡീറ്റെയിൽസ് എടുത്തേ. എനിക്കൊന്ന് മെസ്സേജ് വാട്സാപ്പിൽ ഇടണേടാ. ഇതാണോ? അതന്നെ. ഇത് കോപ്പി ചെയ്തിട്ടാ മതിയോ? മതി. ഓക്കെ. ഇതെല്ലാം പുഷായി നമ്മൾ എങ്ങനെ അറിയുന്നത്? അത്
റെപ്പോയിൽ വെരിഫൈ ചെയ്താൽ മതി. ഉറപ്പോ അല്ല നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റില്ല. അരവിന്ദ് ഷെയർ ചെയ്തോ, ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. എനിക്കിനിയിപ്പോ എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. എങ്ങനെ ഷെയർ ചെയ്തു അറിയുന്നത്? റെപ്പ് എടുത്ത് ഞാൻ പറഞ്ഞുതരാം. അല്ല അത് നമ്മൾ നോർമലി ബ്രൗസറിൽ നിന്ന് എടുക്കുന്നതാണോ? എടുക്കാനാണോ ഉദ്ദേശിച്ചത്? നോർമൽ ബ്രൗസറിൽ ഗിറ്റബ് പോയിട്ട് ബാക്കിയുടെ ആണല്ലോ. ആയിട്ടുണ്ടടാ, അതാ 1 minute ago കണ്ടോ? ഗ്രോസറി ആപ്ലിക്കേഷൻ ആടാ ഇതല്ലേ? ഇത് ഞാൻ ലാസ്റ്റ് ഇപ്പം മെസ്സേജ് അയച്ചത് ഇതാണ്. ഗ്രോസറി ആപ്ലിക്കേഷൻ 12th December. ഓക്കെ, അത് പുഷ് ആയിട്ടില്ല എന്തായിട്ട്. ഗിറ്റ് സ്റ്റേഷൻ എടുത്തേ ഇല്ല, ബിക്കോസ് 4 days ഓക്കെ 3 minutes ago ആയിട്ടുണ്ട്. ഇതാ 3 minutes ago. ഇവിടെ ലാസ്റ്റ് കമ്മിറ്റ് ഡേറ്റ് കണ്ടോ? 3 minutes ago. ഈ UR ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, എന്നാ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഓക്കെ. നിങ്ങളുടെ എറേഴ്സ് നിങ്ങളുടെ കിട്ടാൻ നോക്കുക. ഞാൻ നോക്കട്ടെ കേട്ടോ എന്താ ഇഷ്യൂസ് എന്നുള്ളത്. കാരണം ഇത് ഫിക്സ് ചെയ്ത് നെക്സ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കേടാ, ശരി. നമുക്ക് പറ്റുവാണെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കേടാ, ശരി. താങ്ക് യു.